ഓ അമ്മ അവിടെ കളിക്കാൻ പറ്റില്ല കേട്ടാ. ആ അവിടുത്തെ ട്രോഫി വരുന്നത്. ആ കോച്ച് എങ്ങനെ വളർന്നു പറയും? കോച്ചിന് അമ്മ കോച്ചിയെ പോരെ. ഓക്കെ ഓക്കെ. വൈകിട്ട് ഗ്രൗണ്ടിൽ വരണേ. അമ്മ ഓരോരോ വള്ളി വരും. പുതിയ ടൂർണമെന്റ് കിട്ടി. പുതിയ ടൂർണമെന്റ് പുറമെ കളഞ്ഞേ ഉള്ളു ഞാൻ. ഏതാ? എന്തിനാ ഒരെണ്ണം കളഞ്ഞേ? അവിടെ ട്രോഫി ചെറുതാന്ന്. എന്താ ട്രോഫി ചെറുതായിട്ട് കളഞ്ഞു? തമിഴ്നാടാ പോണോ നമുക്ക്? തമിഴ്നാട്ടിൽ പോവാം. നിങ്ങൾക്കൊരു പുടി. സൂപ്പർ പരിപാടി അവിടെ. നമ്മളെ ഭയങ്കര ഐപ്പിക്കേറ്റ് വെച്ചേക്കാണ് അവിടെ. നമ്മൾ ഒത്തിരി കപ്പടിച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്റെ പേരറിയാം മാർക്ക്. ആ പറഞ്ഞു കുന്തമുന ഉണ്ടോ പ്രത്യേകം കൊണ്ടുവരണോന്ന് പറഞ്ഞു. കുന്തം ഇയാൾ അങ്ങനെയല്ലോ എല്ലായിടത്തും അറിയപ്പെടുന്നത്. പോടാ. പിന്നെ ഞാൻ അത് വെച്ച് കുറച്ച് ഐപ്പോ കയറ്റി വെച്ചു. പിന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ട്രോഫി ഇല്ല അവിടെ. ട്രോഫി ഇല്ല. പിന്നെ കപ്പ് തുറക്കാനാണ് കളിക്കാൻ പോകുന്നത്. 2 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ്, 1 ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് ആണല്ലേ? ഇയാളൊന്ന് ആലോചിക്കണേ. അതിന് നിന്റെ തന്ത സുരേന്ദ്രനെ വിളിച്ചോണ്ട് പോകും. കപ്പില്ല, ഞാൻ കളിക്കാൻ പറ്റത്തില്ല കേട്ടല്ലോ. എടാ ഈ കപ്പ് എപ്പോഴും കിട്ടുന്നില്ലേ? കപ്പ് കളിച്ച് നേടുന്ന എന്റെ റബോണ കിക്ക് വഴി നേടുന്ന ഞാനിതല്ല. ഇയാടെ കുറെ റബോണൊക്കെ കിടേ അവിടെ പോയാൽ പറ്റത്തോളൂ. ഞാൻ അത്രയും പറഞ്ഞ അവന്മാരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ പിള്ളേരുടെ അടുത്തെല്ലാം പറഞ്ഞു അവന്മാർക്കെല്ലാം ഓക്കെയാ. എന്നാ നിന്റെ ഒന്നും ടീമിൽ കുന്തമനെ കാണത്തില്ല. കുന്തമനെ വേണ്ട, ഞാൻ റെയിൻബോ അപ്പൂനെ വിളിച്ചോളാം. വിളിക്കോ? അവൻ ഓക്കെയാ. എന്നെ വിളിക്കാൻ നീ കളിക്കാൻ പോവോ? പോകൂടെ. കൊച്ചിലോട്ട് നിന്നെയൊക്കെ ഞാനിടാ കളിപ്പിക്കുന്നത്. പിള്ളേർക്കെല്ലാം ഭയങ്കര പരാതി. അങ്ങനെ പരാതിയൊന്നും വേണ്ട. എന്തോ പ്രശ്നം? എന്തുവാ? ഇയാൾ കപ്പെല്ലാം പെരക്കാത്തി കയറ്റി വെച്ചോ. പിള്ളേർക്ക് പൈസ കൊടുക്കുന്നില്ല. കപ്പെല്ലാം ഇറക്കി കൊണ്ടു തരാം. എന്നെ കൊണ്ടുപോണേ. എന്നെ അങ്ങനെ ഫീൽഡ് ഔട്ട് ആക്കല്ലേ. ഞാൻ വരാം. കൊണ്ടോ ശരി വിട്. അപ്പൊ ബോണൊക്കെ എന്റെ ഞാൻ മറന്നിട്ടില്ല. അടിക്കാം. ഒരുങ്ങി ഇന്നോ. കുന്തമനെല്ലാം കളിക്കാൻ ഇറങ്ങണ നീ കല്ലേലും. അമ്മേ നിന്റെ ഫോണിൽ